അപ്പോൾ ഇനി 2-3 ദിവസം ട്രാവൽ വീഡിയോകളാണ് കേട്ടോ. ഞങ്ങളൊരു ചെറിയ യാത്ര പോവുകയാണേ. അതായത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നായിരുന്നു പാലക്കാട് IIT-യിൽ ഇവനൊന്ന് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ പഠിക്കാനുള്ള അവസരമൊന്നും കിട്ടിയില്ലെങ്കിലും ഇനിയുള്ള ഒരു മാസം ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാനായിട്ട് പാലക്കാട് IIT-യിൽ അവനൊരവസരം കിട്ടി. അപ്പോൾ അങ്ങനെ അവനെ കൊണ്ടുവിടാനായിട്ട് ഞങ്ങളെല്ലാം പോവുകയാണ്. അപ്പം നന്ദൂസിനിപ്പം അവധിയായിരുന്നു, എന്നിട്ടും അവനെ എങ്ങും കൊണ്ടുപോയില്ല, എങ്ങും പോകാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അതേപോലെ ഇപ്പം നമ്മുടെ ആലുവായി പഠിക്കുന്ന ഹരിക്കുട്ടനും അവധിയുണ്ട്. അപ്പോൾ അവൻ അവധി എടുത്തു. 2 ദിവസത്തേക്ക് അവനും അവിടെ നിന്ന് അനുവാദം മേടിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പാലക്കാട്ടേക്ക് പോവാണ്. ഉണ്ടോ, രാമശ്ശേരി ഇഡ്ഡലി, പിന്നെ കുറേ സ്ഥലങ്ങൾ കാണൽ, അങ്ങനെ ഒരു 3 ദിവസത്തെ പരിപാടി. 3 ദിവസം എന്ന് പറഞ്ഞാൽ 20-ാം തീയതി പോയി 22-ാം തീയതി രാത്രി വന്നു. അപ്പോൾ 20-ാം തീയതിയും കൂടെ അവന് സെം എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോയി. അപ്പോൾ അങ്ങനെ അതിൻ്റെ കുറേ വിശേഷങ്ങളും ഞങ്ങളുടെ 2-3 ദിവസങ്ങളും അവിടെ ഇവിടെ എല്ലാം പോയി. അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ എന്തെല്ലാമാണ് സ്പെഷ്യലായിട്ടുള്ളത്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ എവിടെയായിരുന്നു ഞങ്ങളുടെ സ്റ്റേ, അവിടുത്തെ കുറേ വിശേഷങ്ങൾ, അങ്ങനെയെല്ലാം ഉള്ള കുറേ വീഡിയോ. അപ്പോൾ ഞങ്ങളവിടെ IIT-യിൽ ചെന്നപ്പോൾ അവിടുത്തെ കുറേ ഫോട്ടോകളൊക്കെ എടുത്തു. അവിടെ അതിനകത്തേക്ക് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, അവിടെ എല്ലാവരെയും ഒന്നും കയറ്റി വിടത്തില്ല. അപ്പോൾ ഞങ്ങളെ തന്നെ വാഹനമൊന്നും അങ്ങോട്ട് കയറ്റണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ അടുത്ത 1 മാസത്തേക്കുള്ള ലഗേജൊക്കെ ഉള്ളത് കൊണ്ട് ശരി പൊയ്ക്കോളാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ നമ്പരൊക്കെ എഴുതിയെടുത്തിട്ട് ഞങ്ങളെ ഉള്ളിലേക്ക് വിട്ടു. എന്നിട്ടും ഹോസ്റ്റലിൻ്റെ അവിടെ അവനെ മാത്രമേ വിട്ടുള്ളൂ. ഇതാണ് അവിടുത്തെ മെയിൻ ബ്ലോക്ക്, APJ അബ്ദുൽ കലാം ബ്ലോക്ക്. ഇതാണ് ഹോസ്റ്റൽ. അങ്ങനെ ഇതാണ് ആ ഹോസ്റ്റലിലേക്ക് കിടക്കുന്ന ആ വാതിൽ, അവിടം വരെ നമ്മളെ വിടുകയുള്ളൂ. അപ്പം ഞങ്ങളങ്ങനെ അവിടെ എത്തി. അവനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഇനി കുറേ ദിവസം അവൻ അവിടെ ആയിരിക്കും. അപ്പോൾ അവന് ഒരു തടസ്സവും ഉണ്ടാവാതെ ഇൻറ്റേൺഷിപ്പ് പൂർത്തിയാക്കാനും നല്ല രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക, അവനെ അനുഗ്രഹിക്കുക. ഏറ്റവും നല്ല ഒരു അവസരമാണ് അവന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ അവന് സാധിക്കട്ടെ. അവനങ്ങനെ ഇപ്രാവശ്യം കൂടെ ആരുമില്ല, ഫ്രണ്ട്സൊന്നുമില്ല, ഞാനില്ല, അങ്ങനെ അവൻ ഇതുവരെ പോയിട്ടില്ല. ഒന്നിൽ ഫ്രണ്ട്സ് കാണും, എല്ലാവരും എപ്പോഴും കാണും, അല്ലെങ്കിൽ ഞാൻ കാണും. ഇതിപ്പോൾ കൂടെ ആരും ഇല്ലാതെ അവൻ ആദ്യമായിട്ടാണ്, അതും മലയാളികളൊന്നുമില്ല, ആന്ധ്രാപ്രദേശ്, കർണാടക, പിന്നെ വേറെ എവിടെയൊക്കെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികൾ, തമിഴ്നാട്, മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ ഒരു റൂമിൽ 3 പേരുണ്ട്. പിന്നെ അവർ ചെയ്യുന്ന ഇൻറ്റേൺഷിപ്പിൽ ഒരു പിന്നെ സാറിൻ്റെ കീഴിലായിട്ട് 4 കുട്ടികളുമുണ്ട്. അപ്പം അങ്ങനെയാണ്, വേറെ ഫ്രണ്ട്സൊന്നുമില്ല, അവന് ഇവിടുത്തെ ഫ്രണ്ട്സൊന്നുമില്ല. അങ്ങനെ ആദ്യമായിട്ടാണ് അവൻ പോകുന്നത്. അത് ഇത്രയും ദിവസം അടുപ്പിച്ച് വീട് വിട്ട് നിൽക്കുന്നതും ആദ്യമായിട്ടാണ്. അപ്പം എല്ലാമൊക്കെ ഒന്ന് പഠിച്ച് പരിചയപ്പെട്ട് വരട്ടെ. അപ്പോൾ അവന് അവൻ്റെ CGPA-യുടെയും പിന്നെ ഇതുവരെ അവൻ പങ്കെടുത്തിട്ടുള്ള മറ്റ് ഇൻറ്റേൺഷിപ്പുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു ഇതിൻ്റെ തിരഞ്ഞെടുപ്പ്. അപ്ലൈ ചെയ്തു. അങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചൊന്നുമല്ല, പക്ഷേ എന്തോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ കിട്ടണമെന്ന്. അവിടെ പക്ഷേ അങ്ങനെ അത്രയ്ക്ക് വലിയ മിടുക്കനൊന്നും അല്ലല്ലോ, തീരെ മണ്ടനല്ലെങ്കിലും. അപ്പോൾ അങ്ങനെ എന്തായാലും ഈശ്വരൻ അതിനൊരു അവസരം തന്നു. എനിക്കിതൊക്കെ വലിയ കാര്യമാണ് കേട്ടോ. ഈ ഇങ്ങനെയുള്ള ഉയർന്ന സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതും അവിടെ കുറച്ച് ദിവസമെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ അറിയാനൊരവസരം കിട്ടുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു അവസരം കിട്ടി. അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങളാണ്. ഇനി ഒരു 3 ദിവസത്തെ കാര്യങ്ങൾ 2-3 വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ കുറേ ഷോർട്സും, അത് പിന്നെ പതിവുള്ളതാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ താമസമായിരുന്നു ഏറ്റവും സന്തോഷം തരുന്ന കാര്യം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. പിന്നെ IIT-ക്കകത്ത് അവർക്ക് അവരുടെ തന്നെ ബസ്സുണ്ട്, അതിൽ കയറി അതിലൊക്കെ ഫ്രീ ആണ് കേട്ടോ. അതായത് ഹോസ്റ്റൽ ക്യാമ്പസുമായിട്ട് നല്ല ദൂരമുണ്ട്. അപ്പം റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറേ കിലോമീറ്ററുകൾക്കകത്താണ് ഹോസ്റ്റൽ, അതിൻ്റെ പുറത്ത് പിന്നെ ഇപ്പുറത്തെ സൈഡിലാണ് അവരുടെ ക്യാമ്പസ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് എപ്പോഴും ബസ്സുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സമയത്തും ബസ്സുണ്ട്, അതിൽ കയറിയാൽ മതി. ഫ്രീ ആണ് അതിലുള്ള യാത്ര. പിന്നെ ഇതിൻ്റെ ഫുഡൊക്കെ അവിടെ അതും ഒരു പേടിയുണ്ടായിരുന്നു, ഇനി വെജിറ്റേറിയൻ കിട്ടുമോ, കാരണം നമുക്ക് പ്യുവർ വെജിറ്റേറിയൻ ആണല്ലോ. അപ്പോൾ ഫുഡിനും കുഴപ്പമൊന്നുമില്ല. അവിടെയൊക്കെ ഞങ്ങളെ കയറ്റി കാണിച്ചു, നല്ല വൃത്തിയും കാര്യങ്ങളും എല്ലാം ആണ്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ദിവസം അവൻ ഉച്ചയ്ക്ക് ഉണ്ടിട്ട് വിളിക്കുന്നവരെ ഒരു ടെൻഷനായിരുന്നു. കാര്യം ഇവന് ഈ ആഹാരകാര്യം കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ പക്ഷേ ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ നല്ല വെജിറ്റേറിയൻ ഊണാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കിനി കാണാം. നന്ദൂസ് വന്നിട്ടുണ്ട്, എല്ലാം പറയാനുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? യാത്ര നല്ലതായിരുന്നു. IIT പാലക്കാട് എങ്ങനെ ഉണ്ടായിരുന്നു?
IIT പാലക്കാട് കൊള്ളാം, നല്ലോണം എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലമാണ്. നല്ല എന്തുവാ, നല്ല വൈബുള്ള വൈബുള്ള സ്ഥലം അത്യാവശ്യം. അവിടെ പോയപ്പോ ഒന്ന് അവിടെ നിന്ന് പഠിച്ചാൽ കൊള്ളാന്ന് ഒരു ആഗ്രഹം തോന്നിയോ? തോന്നി ചെറുതായിട്ട്. പക്ഷെ ഇച്ചിരി കഷ്ടപ്പെടണം അല്ലേ? അതെ. അയ്യോ. പിന്നെ ബസ് കണ്ടില്ലേ, തലങ്ങും വിലങ്ങും അവരുടെ ATS എന്ന് പറഞ്ഞ കുറേ ബസ് കണ്ട്. പിന്നെ അവിടുത്തെ കാർ പാർക്കിങ്ങിന്റെ അത് നല്ല. ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന എന്തോ ദൃശ്യമാണ്? ഇത് മറ്റേ കുതിരാന്തരം. ഇത് സെറ്റായിരുന്നു. ഞങ്ങൾക്കൊന്ന് കൂവിയാ കൊള്ളാന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ പോവാൻ നല്ല രസമായിരുന്നു, നല്ല മുഴക്കം കിട്ടുമായിരുന്നു. അതാ. പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്തുവാ? ഏത് വീഡിയോ? പിന്നത്തെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡേയിലെ വീഡിയോ ഇപ്പൊ ഞാൻ ഇടുന്നത്, അതായത് നമ്മള് കുട്ടമ്പേരിൽ നിന്ന് ഇറങ്ങുമ്പോ തൊട്ടുള്ളത്. അപ്പൊ എല്ലാരും വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കമൻറ്റ് ഇടുക. പിന്നെ അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഈ അവസരം കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് കേട്ടോ, പാലക്കാട്ട് വരണമെന്നും. രാമശ്ശേരി ഇഡ്ഡലി പാലക്കാടിൻ്റെ ഒരു സ്പെഷ്യലാണല്ലോ. അപ്പോൾ അങ്ങനെ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാൻ വരണമെന്നും അതിനായിട്ട് വരണമെന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു. അപ്പോഴായിരുന്നു ഇങ്ങനൊരു അവസരം കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ തീർന്നു പോകുമെന്നൊക്കെ വിചാരിച്ചു, വിളിച്ച് ചോദിച്ചിട്ടായിരുന്നു വന്നത്. പക്ഷേ തൊട്ടടുത്തുള്ള കടയിൽ തീർന്നു പോയി. അതിൻ്റെ ഇപ്പുറത്ത് ഒരു കടയുണ്ടായിരുന്നു. അവിടെ ഒരു 2-3 കടകളല്ല, വീടുകൾ തന്നെയാണ്. അതിനോട് ചേർന്നാണ് അവർ വീട്ടിൽ തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്, രാമശ്ശേരി ഇഡ്ഡലി. അപ്പോൾ അതിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് പറയുന്നതും കേട്ടിട്ടുണ്ട്. അങ്ങനെ അതെന്താണെന്ന് അറിയണം, കഴിക്കണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിതാ ഇവിടെ ഒരു വീട്ടിൽ വന്നു. രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുന്ന വീട്ടിൽ. ഇതാണ് രാമശ്ശേരി ഇഡ്ഡലി. കണ്ടാൽ തട്ടുദോശയാണെന്ന് വിചാരിക്കും കേട്ടോ, അല്ല. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു, ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തോട്ടേയും ചോദിച്ചു. അങ്ങനെ ഞാൻ അവരുടെ അടുക്കളയും ഭക്ഷണം കഴിക്കുന്ന സ്ഥലവും എല്ലാം അപ്പുറവും ഇപ്പുറവും ഒക്കെയാണ്, നമുക്ക് കാണുകയും ചെയ്യാം. അങ്ങനെയാണ് അവർ കണ്ടോ, അവിടെ ഒരു ചേച്ചി നിന്ന് രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കണത്. ഇങ്ങനെ നമ്മുടെ ചമതയുടെ ഇല ഉണ്ടല്ലോ, ആ ചമതയുടെ ഇല ആദ്യം വെച്ചിട്ട് ആദ്യം കലം വയ്ക്കും, അതിനകത്ത് വെള്ളം വയ്ക്കും, അതിൻ്റെ പുറത്തായിട്ട് ഇതേപോലൊരു ചമത ഇല വയ്ക്കും. അതിൻ്റെ മുകളിൽ ഒരു മൺചട്ടി ഉണ്ടല്ലോ, ചട്ടിയല്ല, ഇങ്ങനെ റൗണ്ട് മണ്ണിൻ്റെ തന്നെ ഒരു റൗണ്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആദ്യത്തേനകത്ത് ഈ ചമതയില വെച്ച് അതിൻ്റെ മുകളിലൊരു തുണിയും വിരിച്ചിട്ടാണ് അതിങ്ങനെ പരത്തിയെടുക്കും. പിന്നെ മുകളിലോട്ടുള്ളതിനകത്ത് വീണ്ടും ചട്ടി വെച്ച് അതിൻ്റെ മുകളിലൊരു തുണി വിരിച്ചിട്ട് അതിങ്ങനെ മാവ് പരത്തിയെടുക്കും. അപ്പോൾ നല്ല സോഫ്റ്റായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ വന്നപ്പോൾ അവരുടെ അമ്പലത്തിൽ ഉത്സവം നടക്കുമായിരുന്നു, അത് കാരണം പാഴ്സൽ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. പക്ഷേ കറിയൊക്കെ തീർന്നു പോയായിരുന്നു. ഞങ്ങൾ 8 മണിയൊക്കെ ആയി അവിടെ എത്താൻ. അങ്ങനെ ചമ്മന്തി സാമ്പാറും അവരുടെ ഒരു പ്രത്യേക ദോശപ്പൊടിയുണ്ട്, അതുകൊണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ അന്നേരം രാത്രി ആയതുകൊണ്ട് ചമ്മന്തി സാമ്പാറും ഒക്കെ തീർന്നെന്ന് പറഞ്ഞു. ഇത് കണ്ടോ, രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുന്നതുണ്ടോ. അങ്ങനെ അവർ ആ തുണിയിൽ ആക്കി വേവിച്ച് അതൊരു ചരുവം വെച്ച് അത് അടച്ചു വയ്ക്കും. ഇത് കണ്ടോ, ഇങ്ങനെ പരത്തും. ഇങ്ങനെ പരത്തിയിട്ട് ഇതായിരിക്കുന്ന ആ കോലൻ ചരുവം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അടച്ചു വയ്ക്കും. 2 മിനിറ്റ് മതി എന്നാണ് പറഞ്ഞത് അവരിത് വേവാനായിട്ട്. അങ്ങനെ രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുന്ന വീഡിയോയൊക്കെ എടുത്തു. അപ്പം ഞങ്ങൾക്ക് പാഴ്സലേ ഉള്ളെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പാഴ്സൽ മേടിച്ച്. അവർ പറഞ്ഞായിരുന്നു കേട്ടോ, ചമ്മന്തി സാമ്പാറും ഒക്കെ തീർന്നു, ഇന്ന് ഉത്സവം ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നെന്ന്. അങ്ങനെ ദോശപ്പൊടി മതി എന്ന് പറഞ്ഞാൽ ആ ദോശപ്പൊടി ഈ ചൂട് രാമശ്ശേരി ഇഡ്ഡലി വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ആൾക്കാർ വന്ന് പറയുമ്പോൾ ഉണ്ടാക്കത്തേ ഉള്ളൂ എന്ന്. ഇത് ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കേട്ടോ, തണുത്ത അത്ര പോരാ. അങ്ങനെ ഇതാണ് ഉണ്ടോ, അത് ആയിക്കഴിഞ്ഞ് 2 മിനിറ്റ് ഞങ്ങളവിടെ നിന്നപ്പോൾ വെച്ചതാണ് ഈ ഇഡ്ഡലി. അതപ്പോഴേ തന്നെ ആയി. അങ്ങനെ ഞങ്ങൾക്കുള്ള 26 എണ്ണം മേടിച്ചു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾക്ക് അതെല്ലാം പൊതിഞ്ഞ് തന്നു. ഞങ്ങൾ അവിടെ ചെന്ന് കഴിച്ചു. അപ്പം അങ്ങനെ ആ ചേച്ചിയോട് ചോദിച്ച് എല്ലാം മനസ്സിലാക്കിയതാണ്. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ കുറേ നാളായിട്ട് കഴിക്കണമെന്ന് വിചാരിച്ച രാമശ്ശേരി ഇഡ്ഡലി കഴിപ്പും നടന്നു. കണ്ടോ, ആ കോലൻ ചരുവം വെച്ച് ആ കലവും ഇതിനകത്ത് ഇഡ്ഡലി ഒഴിച്ച് വെച്ചിട്ട് ആ കോലൻ ചരുവം വെച്ച് കമഴ്ത്തി അടച്ചു. 2 മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്തു. അത് എന്നിട്ട് അതിൽ നിന്നെടുത്ത് ആ തുണിയിൽ നിന്നെടുത്ത് ഇതേപോലെ 2 ചമതയിൽ അപ്പുറവും ഇപ്പുറവും വെച്ചേക്കും. എന്നിട്ട് അതിനകത്തോട്ട് ഇതേപോലെ അടുക്കിയിട്ടിട്ട് ഈ ബേസിനകത്തോട്ട് എടുത്തിട്ടു. നല്ല ചൂട് സാധനം. പറഞ്ഞോ. ചമതയുടെ ഇലയാണോ അത്? പക്ഷെ ഇത്ര ചമതയുടെ ഇലയാ.
അച്ചാറിലൊക്കെ ആദ്യം പൊതിഞ്ഞു വരുന്ന ഇലയല്ലേ ആ ആ ആ ആ. എത്ര നേരം ഇരിക്കണം അടുപ്പിൽ അങ്ങനെ? ഇത് 2 മിനിറ്റ്. ഇത്രയേ ഉള്ളൂ. 2 മിനിറ്റ് മതി. പെട്ടെന്നാവും. ഇങ്ങനെ അടച്ചു വെക്കണം. വരും ഇതിനകത്ത് വരും. അതുപോലെ ചട്ടിയാണ് ചട്ടിയിൽ മൂടി വരിഞ്ഞ് പിന്നെ അവിടുത്തെ ഉത്സവം ആയതുകൊണ്ടാണല്ലേ, അല്ലെങ്കിൽ കുറെ കൂടെ സമയം കാണാം. ഞങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കണം എൻ്റെ ഫാമിലിയിലുള്ള അമ്പലമാണ്. ആണോ? ഞങ്ങൾ 8 ഫാമിലി ഉണ്ട്. അവരുടെ അമ്പലമാണ്. ഞങ്ങളുടെ അമ്പലത്തിലാണ് വിശേഷം. ചട്ടിയായിട്ടല്ല, അതിന്റെ ഒരു വളയം മാത്രമേ ഉള്ളൂ അല്ലേ? വളയം മാത്രമേ അതിന്റെ വണ്ടയ്ക്ക് നൂല് വരിഞ്ഞ്. അതിനുവേണ്ടി അവരെന്നെ ഉണ്ടാക്കുന്ന അത് നിർത്തിക്കൊള്ളു. അത് അവർക്ക് ഒരുങ്ങണമെന്ന്. ഇപ്പൊ എഴുന്നള്ളത്ത് വരാറായി. അപ്പൊ പോണം. ഇരുവണ്ണം മതിയല്ലോ അല്ലേ? എനിക്ക് ചോദിക്കട്ടോ, ഒരാൾക്കൂടെ വേണം. ഈ പൊടി മാത്രമായിട്ട് നമുക്ക് മേടിക്കണമെങ്കിൽ എങ്ങനെയാ? ഇത് 1 കിലോ 500 രൂപയാണ്. 1 കിലോ 500 രൂപ. ഉം. 100 രൂപയ്ക്ക് തരാം. 100 രൂപ. ആ അങ്ങനെ മതി. രാജിക്ക് 20 എണ്ണം. 100 രൂപയ്ക്ക്. രാജിക്ക് വേണ്ടേ? രാജിക്ക് വേണ്ടേ ബിന്ദു? ഇത് മതി, ഇത് മതി. രാജിക്ക അല്ലേ? ഇത് 100 രൂപ. 100 രൂപ ഇഡലി വേണം. 6 കൂടെ വേണം. എവിടുന്നാണ് നിങ്ങള്? ഞങ്ങള് മാവേലിക്കര. ആലപ്പുഴ ജില്ല. അല്ലാതെ ഇതിന്റെ കൂടെ കഴിക്കാൻ വേറെ ഇവിടെ ഇതൊന്ന് കഴിക്കുന്ന ഇല്ലേ? അതോ അപ്പൊ എന്തൊക്കെ ഇതിന്റെ കൂടെ കാണും? സാമ്പാറൊക്കെ ഉണ്ടോ? ചട്നി, സാമ്പാർ. ഇത് ഒരെണ്ണം കൂടെ തന്നെ. ഒരു ഇഡ്ഡലിക്ക് കേട്ടോ. പിന്നെ അവിടുത്തെ പൊടി നല്ല സ്പെഷ്യലാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ദോശപ്പൊടി വാങ്ങിച്ചു. 200 രൂപയുടെ 250 രൂപയുടെ ദോശപ്പൊടിയും മേടിച്ചു. ദോശപ്പൊടിക്ക് കിലോ 500 രൂപയായിരുന്നു. നല്ല ദോശപ്പൊടിയായിരുന്നു ഞങ്ങളിവിടെ കൊണ്ടുവന്ന്. ഞങ്ങളതും ഈ രാമശ്ശേരി ഇഡ്ഡലിയും കൂടെയാണ് ഞങ്ങൾ കഴിച്ചത്. പക്ഷേ ശരിക്കും അതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് ഈ ചൂടോടുകൂടി ഇരുന്ന ഇഡ്ഡലി ചൂടോടെ അവിടുത്തെ സാമ്പാറും ചമ്മന്തിയും അവരിങ്ങനെ ദോശപ്പൊടി അതിൻ്റെ പുറത്തിങ്ങനെ വെതറിത്തരും. അങ്ങനെ കഴിക്കണമായിരുന്നു. ഇവിടെ അങ്ങനെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് അവരുടെ ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ സമുദായക്കാരുടെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു അന്ന്. അതുകൊണ്ട് ഈ ചേച്ചി ഭയങ്കര തിരക്കിലായിരുന്നു. ആ ചേച്ചി ധൃതി പിടിച്ചുണ്ടാക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞ് എഴുന്നള്ളത്ത് വരാറായി, അതുകൊണ്ടാണ് എന്ന് കൂടെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഇത്രയും ദൂരെ നിന്ന് വന്നാലേ, അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി തരുവാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിക്കണം. അവിടെ തന്നെ ഇരുന്ന് ചൂടോടെ സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് വലിയ ദൂരം ഇല്ലായിരുന്നു ഞങ്ങൾ താമസിക്കുന്നിടത്തോട്ട്. അതുകൊണ്ട് ഇഡ്ഡലിയുടെ ചൂടൊന്നും പക്ഷേ വീട്ടിൽ ചെന്നപ്പോഴും ആറിയില്ലായിരുന്നു. പിന്നെ നമ്മുടെ അവിടെ തന്നെ നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ അടുത്തേക്കാണ് പോയത്. അതുകൊണ്ട് അവിടെ ചിറ്റ നല്ല സാമ്പാറൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാമ്പാറും ദോശപ്പൊടിയും കൂടെ കൂട്ടി കഴിച്ചു. അത് ഒരു ടേസ്റ്റ്. പിന്നെ വേറൊരു ദിവസം വന്ന് ചൂടോടെ കഴിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ തൽക്കാലം ഈ രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് തൽക്കാലം ഞങ്ങൾ അങ്ങനെ കഴിച്ച് ആശ്വാസപ്പെട്ടു. ഇത് രാത്രിയുടെ കുറേ ദൃശ്യങ്ങളും ഭംഗിയാണ് കേട്ടോ. ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നില്ല ഇതിലെ വല്ല ആനയോ പുലിയോ വല്ലതും വരുമോ എന്ന്. കാര്യം 2 സൈഡിലും കാട്, വേറെ വണ്ടിയൊന്നും ഇല്ലതാനും. ഗൂഗിൾ മാപ്പ് നോക്കി പോയതായിരുന്നു. ശരിക്കും വേറെ വഴിയെങ്ങാണ്ടായിരുന്നു. ഞങ്ങൾക്ക് വഴിയറിയാൻ വയ്യാതെ ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയി. അത് പറഞ്ഞ വഴിയെ കൂടെ ഞങ്ങൾ പോയി. ഒറ്റ കുഞ്ഞില്ല, ഒരു ബൈക്ക് പോലും വരുന്നില്ല. 2 സൈഡിലും കാട്.
അങ്ങനെ ഞങ്ങൾ പേടിച്ച് എല്ലാവരും കൂടെ പേടിച്ച് വഴി തെറ്റിയോ എന്നൊക്കെ പേടിച്ച് അങ്ങനെ വന്നു. ഏതായാലും തെറ്റിയൊന്നുമില്ല, നമ്മളെ ഗൂഗിൾ മാപ്പ് അങ്ങനെ ചതിച്ചൊന്നുമില്ല കേട്ടോ. ഞങ്ങളിത് ആ സ്ഥലത്തെത്തി. എന്നിട്ടതാ നമ്മുടെ പാഴ്സൽ അഴിക്കുകയാണ്. നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലിയുടെ പാഴ്സൽ പൊതി നമ്മളെ എല്ലാവരും കൂടെ പിന്നെ എന്നിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു. അവിടുത്തെ ചിറ്റയും അപ്പനും ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കഴിച്ചു. ദോശപ്പൊടി സാമ്പാറും ഒക്കെ കൂട്ടി. ഈ നൂലാണോടാ അവരത് കെട്ടിയേക്കുന്നത്? ടൊയിൻ നൂലാന്ന് തോന്നുന്നു അവരവിടൊക്കെ അത് കെട്ടി. ആണോ? ഞാൻ വിചാരിച്ചു ആ നൂലാണോ അവര്. ഇത് രണ്ടുമാണ് നമുക്കതിൽ കൂട്ടാനുള്ള. സാമ്പാർ മതി, തരാം. ഇപ്പോഴും ചൂടാറിയിട്ടില്ല കേട്ടോ. വേണ്ട, ഇതിന്റെ വേണ്ടടി മറ്റേ ഇതിന്റെ ഇത് കണ്ടോ പാട്. അത് തന്നെ, അതാണെന്നുള്ളതിന്റെ. രാമശ്ശേരി അത് അവരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരിഞ്ഞിരിക്കുന്ന ആ നൂലിന്റെ. മൂന്ന് പേരും കൂടെ അവിടെ ഇരുന്നു. ഒരാൾ അവിടെ ഇരിക്കും, ഒരാൾ മോതിരോ നാടാ ഹരിക്കുട്ട. ഇത് അഴിക്ക്. വേണ്ട വെളിച്ചെണ്ണ. അതെ, മറ്റേതൊക്കെ തീർന്നു പോയെന്ന് പറഞ്ഞു. അവിടെ ഉത്സവം നടക്കുന്നു അവരുടെ അമ്പലത്തിന്റെ. ആ സരസ്വതി ഞങ്ങളിടത്തില്ലായിരുന്നു. അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ്. അതിന്റെ തൊട്ടിപ്പുറത്തുണ്ട് 2-3 വീടുണ്ടല്ലോ, അതിലൊരിടത്തായിരുന്നു. ആ സരസ്വതി എന്നെഴുതി അവിടെ ഇല്ല, തീർന്നു പോയി. ചൂടുവെള്ളം വേണോ, തണുത്ത വെള്ളം വേണോ? എനിക്ക് തണുത്ത വെള്ളം മതി. എല്ലാം 5 സ്റ്റാർ പിള്ളേരാണ്. അപ്പോൾ 20-ാം തീയതിയായിരുന്നു തുടങ്ങുന്നത് ഇൻറ്റേൺഷിപ്പെങ്കിലും ഞങ്ങൾ ബ്ലോക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല അവൻ എക്സാം ആയിരുന്നെന്ന്, അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ബ്ലോക്കും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പാലക്കാട് IIT-യുടെ അവിടെ എത്തിയപ്പോഴേക്ക് അന്നത്തെ സമയം കഴിഞ്ഞ് ഓഫീസ് ടൈം കഴിഞ്ഞല്ലോ, 5 മണി കഴിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, പിറ്റേ ദിവസം രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവനെയും കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ അവനെ അവിടെ ആക്കിയിട്ട് പോകാമെന്നായിരുന്നു വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ അവനെയും കൊണ്ട് ആ മഠത്തിലേക്ക് പോയി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് ഇത് 21-ാം തീയതി രാവിലെ ചിറ്റ നല്ല അടിപൊളി ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയും ഒക്കെ ആക്കിയിരുന്നു. അങ്ങനെ രാവിലെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് അവനെ കൊണ്ടുവിടാനായിട്ട് തിരിച്ചു IIT-യിലോട്ട് തിരിച്ചു. അവിടുന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ മതി. എന്നാലും എൻ്റെ ടെൻഷൻ ഭയങ്കര ഓവറാണെന്ന് തോന്നുന്നു കേട്ടോ. കാര്യം എനിക്ക് നേരത്തെ പോകണം, 9 മണിയാകുമ്പോഴത്തേക്ക് അവരെത്തണമെന്ന് പറഞ്ഞു. ഞാനിവരെ എല്ലാവരെയും കൂടെ പ്രാളം പിടിപ്പിച്ച് ബഹളം പിടിപ്പിച്ച് 7:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ 8 മണി കഴിഞ്ഞപ്പോഴത്തേക്കിനും IIT-യുടെ അവിടെ 8:10 ആയപ്പോൾ IIT-യുടെ അവിടെ എത്തി. അപ്പം അവർ പറഞ്ഞു 9 മണിക്കേ ഓഫീസുള്ളൂ, അവിടെ പാർക്കിങ്ങിനൊക്കെ സൗകര്യമുണ്ട്. അങ്ങനെ അവിടെ കയറ്റി ഇട്ടു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അങ്ങോട്ട് കയറ്റി വിടത്തില്ല, പിന്നെ ലഗേജൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കയറ്റി വിട്ടു. അപ്പോൾ രാവിലെ ഇതാ ചിറ്റയെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾ ഇത്രയും പേരുണ്ട്, ഞങ്ങളെന്നാൽ പുറത്തുനിന്ന് കഴിക്കാൻ ചിറ്റയിട്ട് സമ്മതിച്ചതുമില്ല. ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതി, നിങ്ങൾ ഇന്നലെ രാത്രിയിലും കഴിച്ചിട്ടല്ലേ വന്നത്, അതുകൊണ്ട് ഇന്ന് ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാനും ബിന്ദുവും ഒക്കെ കൂടെ അടുക്കളയിൽ കയറി. ഞങ്ങളങ്ങനെ ചിറ്റയുടെ കൂടെ രസമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ഒരു രസമായിരുന്നു. അങ്ങനെ ചിറ്റ ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയൊക്കെ ആക്കി ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചിട്ട് ഇതാ അവിടുന്ന് ഇറങ്ങുന്നതാണിത്.
ഞങ്ങൾ കണ്ടുപിടിച്ചേ കുക്കൂ. അതിൽ കൂടെ കാണുന്നുണ്ടോ എന്ന് നോക്കി സൂം ചെയ്ത് അതിന് ഇതുകൊണ്ടത് പോകരുത്. അയ്യോ അനങ്ങുന്നത് ഇവിടുന്ന്. അയ്യോ അപ്പുറത്ത് കിടക്കാൻ ഒക്കത്തില്ല. കാണോ ഓയ്യോ അത് നമ്മൾ കണ്ടല്ലേ. അപ്പോൾ 8 മണി കഴിഞ്ഞ് 8:10 ആയപ്പോൾ ഞങ്ങളവിടെ എത്തി. അപ്പോൾ പിന്നെ അവിടെ കാണാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ, വിശാലമായിട്ട് കിടക്കുമല്ലേ. അങ്ങനെ ഞങ്ങളവിടെ എല്ലാം കണ്ട്. അപ്പോൾ അവിടെ മയിലിൻ്റെ കരച്ചിൽ കേട്ട് അങ്ങനെ ഞാനും എന്തും കൂടെ മയിലിനെ കാണാൻ വേണ്ടി പോയതാണേ. മയിലിനെയൊക്കെ കണ്ടു. മയിലിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ ക്യാമറയും ബിന്ദുവിൻ്റെ കൊടുത്തു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവളാണ് ഞാൻ കൊടുത്ത ക്യാമറ അതേപോലെ തന്നെ പിടിച്ച് വീഡിയോ എടുത്തു, ഓണാക്കിയില്ല. മയിലിനെ ഇട്ട് കിട്ടിയതുമില്ല. അങ്ങനെ ഞങ്ങളുടെ കണ്ണിൽ മാത്രം ആ ദൃശ്യത്തിനെ പകർത്തിക്കൊണ്ട് തിരിച്ചിങ്ങി പോരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നു. കാര്യം 8:10 അവിടെ എത്തി. 9 മണിയാകുമ്പോഴേ സ്റ്റാഫ് വരും. അവിടെ പിന്നെ എൻട്രിയുടെ അവിടെ നിന്ന് ഓഫീസിലേക്കും ഞാൻ പറഞ്ഞില്ലേ ഹോസ്റ്റലിലേക്ക് എല്ലായിടത്തേക്കും ബസ് എപ്പോഴും ഉണ്ട്. അങ്ങനെ ഓഫീസ് 9 മണിയായപ്പോഴത്തേക്കും എല്ലാവരും വന്നു. ഓരോ കാര്യങ്ങൾ പിന്നെ അവൻ്റേതായ രീതിയിൽ അവൻ പോയി തിരക്കി, ചെയ്യേണ്ട എല്ലാം ചെയ്തു, രജിസ്റ്റർ ചെയ്തു. പിന്നെ ഹോസ്റ്റലിൻ്റെ കാര്യങ്ങളെല്ലാം തിരക്കി. അങ്ങനെ ഞങ്ങൾ പിന്നെ അവനെ അവിടെ ആക്കിയിട്ട്
തിരിച്ചു വന്നു. നമ്മളെ അങ്ങോട്ടങ്ങ് കയറ്റി വിടത്തില്ല. അവിടെ ഓരോ റൂളും കാര്യങ്ങളും ഉണ്ട്. നമ്മളത് അറിഞ്ഞുകൊണ്ടല്ലേ പോയത്. അപ്പോൾ പിന്നെ അത് പാലിക്കണം. അവിടെ ഓരോ രക്ഷകർത്താക്കൾ നിന്ന് വേറെ ഓരോരുത്തരെയൊക്കെ വിളിച്ച് പറഞ്ഞ് സെക്യൂരിറ്റിക്കാർ കടത്തി വിടില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും അവരവിടെ നിന്ന് തർക്കിക്കുകയാണ്. അവിടം വരെയൊക്കെ തന്നെ കയറ്റി വിട്ടത് വലിയ കാര്യമൊന്നും പറഞ്ഞിരിക്കുമായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോകരുതെന്ന് പറയുന്നിടത്തോട്ട് പോകാനൊന്നും പോയില്ല. അവൻ്റെ സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോകൾ ഇതൊക്കെയാണ്, ഒരു ദിവസത്തെ കാര്യങ്ങൾ. ഇനി ബാക്കി അടുത്ത 2 ദിവസത്തെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഞാൻ തുടർന്നുള്ള വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നന്ദൂസ് പറഞ്ഞ കൂട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ദിവസം എല്ലാം ഓരോന്ന് വാങ്ങിച്ചു എല്ലായിടത്തും പൈനാപ്പിൾ